ഈ ഒരു ഈദ് സുദിനത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് വികാരങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു മാസത്തോളം നോമ്പ് നോക്കാനായിട്ടുള്ള വലിയ തൗഫീക്ക് ലഭിച്ചു, ഈ ഒരു അവസാനത്തിലേക്ക് എത്താനും ഈദിന് സാക്ഷ്യം വഹിക്കാനും സാധിച്ചു എന്നുള്ള ആ ഒരു വലിയ സന്തോഷം. രണ്ടാമതായിട്ടുള്ള ഒരു ആശങ്കയാണ്. നാളെ ദൂരെ നോറ്റ നോമ്പും ഇബാദത്തുകളും രാത്രി നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും എന്ന് വേണ്ട സകല കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സുദിനത്തിൽ പരസ്പരം ചൊല്ലാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും. എൻ്റെയും നിങ്ങളുടെയും ഇബാദത്തുകൾ അമലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. സലഫുകളൊക്കെ നോമ്പ് കഴിഞ്ഞാലും നീണ്ട മാസങ്ങളോളം 6 മാസത്തോളം ഇബാദത്തുകൾ അമലുകൾ നോമ്പ് സ്വീകരിക്കാനൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അപകൽ കഷ്ടപ്പെട്ട ഇബാദത്തുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് സലഫുകളൊക്കെ ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള അടയാളം പറയുന്നത്, നമ്മൾ നോമ്പിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾ പ്രവൃത്തികൾ അതൊക്കെ വീണ്ടും ഈ നോമ്പിന് ശേഷം എടുത്തണിയുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെടണം. അതല്ല, ആ തിന്മകളൊക്കെ നമുക്ക് പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു മാസത്തോളം എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു എന്നുള്ള ലക്ഷണമാണെന്നും സലഫുകളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസം നേടിയെടുത്ത നമ്മുടെ ഇബാദത്തുകളൊക്കെ ഇനിയുള്ള മാസങ്ങളിലും കണ്ടിന്യൂ ചെയ്യാനുള്ള തൗഫീക്കിന് റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഏവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും.